സാറേ, സത്യത്തിൽ പറഞ്ഞാൽ ഈ താരങ്ങളെ ഇവിടെ വളർത്തുന്നത്. ഈ താരങ്ങൾ വളർന്നോറും ഇവിടെ തുറന്നോറും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. അപ്പം പുള്ളി എൻ്റെ അടുത്ത് ഈ സുരേഷ് സാറ്, ആ സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ, അവരുള്ളത് കൊണ്ട് ഞങ്ങൾ കഞ്ഞി കുടിച്ചു പോകും. അവർ റോഡ് വക്കത്തിൽ ഓണമായാലും സംക്രാന്തി ആയാലും വിഷു ആണെങ്കിലും ഞങ്ങൾ റോഡ് വക്കിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ കയ്യിൽ നിന്ന് പണം ഇറക്കി ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അവരെ അവരും ഞങ്ങൾക്കൊപ്പം ഇരുന്ന് റോഡ് സൈഡിൽ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. നമ്പർ ആയിക്കോട്ടെ, അവര് ക്യാരിയനകത്തിരുന്ന് കഴിക്കും, നിങ്ങൾ ശരിയാണ്, അതൊക്കെ പോട്ടെ, അതല്ല വിഷയം. ഇതെങ്ങനെ സാർ ഇന്ന് പറയുന്നുണ്ടല്ലോ, താരങ്ങളാണ് നിങ്ങളുടെ എല്ലാമെന്ന്. ഇത് സാർ തിരിച്ചു പറയേണ്ട ഒരു കാലം സാറിന് വരും. അന്ന് സാറിന്റെ നാവിൽ നിന്ന് വരേണ്ടി വരും. ഈ ഗോലക്ഷൻ സാറിന്റെ ഒരു ദിലീപും കാവ്യമാധവനുണ്ട് പിന്നെയും എന്നുള്ള സിനിമയില് ഞാനും ദിലീപും കാവ്യമാധവനോട് കുറെ സീനുണ്ട്, ഞങ്ങൾ കുറച്ച് പേരായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡയലോഗ് എന്നിൽ നിന്നൊരു ചെറിയൊരു തെറ്റ് പറ്റി. അപ്പം അത് സാറ് കേട്ടാൽ ചിലപ്പോൾ പ്രശ്നമാവും. പക്ഷേ സാറിന്റെ ശ്രദ്ധയിൽ പോവാതെ ദിലീപാണ് എന്നെ ഓർമ്മിപ്പിച്ച് ചേട്ടാ അത് ഇന്നാണ് കാണുന്നത് പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു കിടപ്പോട്ട് എനിക്ക് അദ്ദേഹത്തിനോടുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. അപ്പോഴ് പിന്നെ സാറ് പറഞ്ഞ് എന്തോ ഒരു കുഴപ്പങ്ങളുണ്ട്, അത് ശരിയാവുന്നില്ല, എന്തോ ഡേറ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ സാറിനെ ഒന്ന് പോയി വരട്ടെ കാണാം ബാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴും ഒന്ന് 2-3 പേര് വേറെ അവരോട്ടൊക്കെ സംസാരിച്ചു. പക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ആയപ്പം ഇദ്ദേഹവും ദിലീപുമായിട്ട് ഒരു ചെറിയ എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ട്. അത് അന്നത്തെ ടിവിയിലും ചാനലിലും ഒക്കെ ന്യൂസിലൊക്കെ കാണിച്ചിരുന്നതാണ്. അങ്ങനെ ഇദ്ദേഹം ഈ അഡ്വാൻസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ ഇതെന്തോ ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ച് അല്ലെങ്കിൽ ദിലീപ് മുന്നോട്ട് വരാനുള്ള ഇത് ചെയ്യാനൊരു സാഹചര്യം നമുക്ക് ഒരുക്കിയേ പറ്റൂ. എന്റെ ഭാഗത്തു നിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം ഞാനാ പറഞ്ഞു, സാറേ ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു വിഷയത്തിലോട്ട് പോകാതെ പരിഹരിക്കാൻ. ഇപ്പം ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റ് ആണല്ലോ, അപ്പൊ അദ്ദേഹത്തിനെ എടുത്ത് ഇതിനെക്കുറിച്ചൊന്ന് ധരിപ്പിച്ചൂടെ? അപ്പം സാറ് പറഞ്ഞു അതിനൊക്കെ അവരൊക്കെ ഒരുപാട് തിരക്കിലാണ്. ഞാൻ പറഞ്ഞു, സാറേ ഒരു കാര്യം ഞാനൊന്ന് വിളിച്ചോട്ടെ, അത് എന്താ വെച്ചാൽ സുദർശന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ ഞാൻ കൊല്ലം അർച്ചന ആരാധന തിയേറ്ററിന്റെ അവിടെ വെച്ച് വൈകുന്നേരത്ത് ഞാൻ ഈ ഇന്നസെന്റ് എന്ന പുള്ളിയെ ഞാനൊന്ന് വിളിച്ചു ഞാൻ സംസാരിച്ച്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സുദർശനാണ്, കൊല്ലത്തുനിന്നാണ്, എനിക്കൊരു കാര്യം അപേക്ഷിക്കാനുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ നമ്മുടെ തുളസിദാസ് സാറും ദിലീപും ആയിട്ട് എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ എല്ലാ കാര്യവും ഓക്കെ ആയി, അഡ്വാൻസ് കൊടുത്ത് എന്തോ ഒരു പിന്നെ നീണ്ടു പോകുന്നു. ആ ഒരു വിഷയം ഒന്ന് പരിഹരിച്ച് ആ പടം ചെയ്യാനൊരു സാഹചര്യം ഒരുക്കൂടെ. കാരണം ഞാൻ അതിനകത്തൊരു നല്ല വേഷം ചെയ്യാനിരിക്കുന്ന ഒരാളാണ്, എൻ്റെ ഒരു ആവശ്യം കൂടാണ്. അപ്പൊ പറഞ്ഞു, ഞാനത് ചെയ്തുകൊണ്ട് എന്നെ കൊണ്ടുവന്നത് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നോക്കട്ടെ, ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ട് ഏറ്റവും നല്ലതും നമ്മുടെ മേനക സുരേഷ് ഇപ്പോഴത്തെ നമ്മുടെ നിർമ്മാതാവ്. അപ്പൊ ഞാൻ പറഞ്ഞ അയ്യോ അത് പുള്ളിയായിട്ട് എങ്ങനെ അത് സംസാരിച്ചാൽ ശരിയാ, അത് പുള്ളിയായിട്ട് സംസാരിച്ചാൽ ശരിയാ. അങ്ങനെ എനിക്ക് ഈ ഇന്നസെന്റ് ചേട്ടനാണ്. ഞാൻ അന്ന് അവിടുത്തെ പിന്നെ കോഫി ഹൗസിൽ അർച്ചന കോഫി ഹൗസിൽ കയറിയിട്ടാണ്, എൻ്റെ പേനയില്ല, ഇന്നസെന്റ് ചേട്ടനാണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ നമ്പർ തന്നു, അതെ ഈ മേനക സുരേഷിന്റെ. അപ്പൊ ഞാൻ അന്നേരം ആ നമ്പർ എഴുതി മേടിച്ചു. ഞാൻ അങ്ങനെ പുറത്ത് വന്നു നിന്ന് ഞാൻ വിളിച്ചു. അപ്പം വിളിച്ചപ്പോ തന്നെ പുള്ളി ഫോൺ പുള്ളിയെടുത്ത് ഞാൻ, സാറേ ഞാൻ സുദർശൻ കൊല്ലത്തുനിന്നാണ്, സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിക്കാനാണ് വിളിച്ചത്. എന്താ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ നമുക്ക് പിന്നെ ദിലീപ് പിന്നെ തുളസിദാസ് സാറുമായിട്ട്, കാരണം ദോസ്ത് എന്ന് പറഞ്ഞ സിനിമയില് ഒരു ഭയങ്കരമായ ഒരു ദിലീപും നമ്മുടെ വിനീതും അതിനകത്ത് നല്ലൊരു, നമ്മളെല്ലാവരും സത്യത്തിൽ പറഞ്ഞാൽ പിന്നെ ദിലീപിന് ഇത്രയും ഒരു കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതും ആ ഒരു സിനിമ ദോസ്ത് എന്നുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു, സാറേ ദിലീപുമായിട്ട് എന്തോ ഒരു സൗന്ദര്യപ്പണൊക്കെ ഉണ്ട് തുളസിദാസ് സാറുമായിട്ട്, അപ്പം അതെന്തെങ്കിലും ഒന്ന് പരിഹരിച്ച സാറ് ഇതിന്റെയൊക്കെ വലിയ ഒരാളാണല്ലോ. അപ്പം അത് നമുക്ക് എന്നോട് സത്യത്തിൽ പറഞ്ഞ പുള്ളി അതൊരു വലിയൊരു, ഞാൻ ഒന്നും അല്ലല്ലോ, നിസ്സാരമായിട്ടുള്ള രീതിയിലാണ് പുള്ളി അന്നേരം സംസാരിച്ചു തുടങ്ങി. അപ്പൊ പുള്ളി പറഞ്ഞ് അത് അവര് തമ്മിൽ പറഞ്ഞത് ശരിയായി. ഞാൻ പറഞ്ഞു, അല്ല സാറ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്നസെന്റ് ചേട്ടനാണ് എനിക്ക് സാറിന്റെ ഫോൺ നമ്പർ എന്ന്, സാറ് വിചാരിച്ചാൽ നടക്കൂന്ന് പറഞ്ഞു, സാറ് ദയവ് ചെയ്ത് ഒന്ന് ഇടപെടണം. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാറേ ഈ ഞങ്ങൾ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോ പിന്നെ ആ ഒരു മാനസികപരമായ ഒരു വിഷമത്തിലോട്ട് കടന്നു കാര്യങ്ങൾ. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, സാറേ നിങ്ങളെ പോലുള്ള, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, സാറേ നിങ്ങളെ പോലുള്ളവരാണ് സാറേ സത്യത്തിൽ പറഞ്ഞാൽ ഈ താരങ്ങളെ ഇവിടെ വളർത്തുന്നത്. ഈ താരങ്ങൾ വളർന്നോറും ഇവിടെ തുറന്നോറും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. അപ്പം പുള്ളി എൻ്റെ അടുത്ത് ഈ മേനക സുരേഷ് സാറ്, ആ സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ,
അവരുള്ളത് കൊണ്ട് ഞങ്ങൾ കഞ്ഞി കുടിച്ചു പോകുന്നു. ഞങ്ങൾ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടുന്ന അവരെ പോലുള്ളവർ അഭിനയിക്കുന്നത് കൊണ്ടാണ്. അല്ല നിങ്ങളെ വെച്ച് പുതിയതായിട്ട് ഒരാളെ വെച്ച് ചെയ്താൽ ഞങ്ങൾക്ക് റിട്ടേൺ പിടിക്കാൻ പറ്റും. അത് ന്യായമായ കാര്യമാണ്, ശരിയാണ്. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ പറയരുത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ റോഡ് വക്കത്തിൽ ഓണമായാലും സംക്രാന്തി ആയാലും വിഷു ആണെങ്കിലും ഞങ്ങൾ റോഡ് വക്കിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഇറക്കി ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അവരെ പോലുള്ളവർ അവരും ഞങ്ങൾക്കൊപ്പം ഇരുന്ന് റോഡ് സൈഡിൽ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. നമ്മൾ ആയിക്കോട്ടെ അവര് ക്യാരിയനകത്തിരുന്ന് കഴിക്കും, നിങ്ങൾ ശരിയാണ്, അതൊക്കെ പോട്ടെ, അതല്ല വിഷയം. ഇത് എങ്ങനെയെങ്കിലും വിഷയം ഒന്ന് പരിഹരിക്കണം സാറേ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഇപ്പൊ നമുക്ക് പരിഹരിക്കാൻ ഒരു പരിമിതി ഉണ്ട്, അതുകൊണ്ട് അത് അവര് തമ്മിൽ അങ്ങ് തീർക്കട്ടെ. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അവസാനം അങ്ങ് വിഷമമായി. ഞാൻ സാറേ സാർ ഇന്ന് പറയുന്നുണ്ടല്ലോ താരങ്ങളാണ് നിങ്ങളുടെ എല്ലാമെന്ന്, ഇത് സാർ തിരിച്ചു പറയേണ്ട ഒരു കാലം സാറിന് വരും. അന്ന് സാറിന്റെ നാവിൽ നിന്ന് വരേണ്ടി വരും. ഇന്ന് എന്റെ ഈ ഇന്റർവ്യൂ ഒരു പക്ഷേ സുരേഷ് സാർ കാണുന്നുണ്ടെങ്കിൽ സാറിന് ഒരു പക്ഷേ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ സാറിന് അത് മനസ്സിലാവും. അന്ന് ഞാനാണ് സാറിനോട് ഈ വാക്ക് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒരു കാലത്ത് ഇവിടുത്തെ താരങ്ങളുടെ ഈ അതിപ്രസരമായ അവരുടെ കടന്നുകയറ്റ അവരെ കാണിച്ചു കൂട്ടുന്ന പ്രശ്നം അവരാണ് നിശ്ചയിക്കുന്നത് ഇവിടെ ആരെന്ത് വേണം, ആരെന്ത് ചെയ്യണമെന്നുള്ള. ഇന്ന് സിനിമാ ലോകത്തിന്റെ എത്ര മുഖച്ഛായ മൊത്തം പൊളിഞ്ഞടിഞ്ഞു പോയി അല്ലെ. ആ ഒരു മഹത്വവും ആ മഹിമയും സിനിമ എന്നുള്ള ആ ആദരവും ആ ഒരു വിലയും നിലയും എല്ലാം തച്ചുടച്ചു കളഞ്ഞു. അവരൊക്കെ തന്നെയാണ് ചെയ്തത് അല്ലെ. ഇന്ന് നമ്മൾ ആ സിനിമ എന്ന ലോകം ഇന്ന് കഷ്ടപ്പെട്ടാണ് പോകുന്നത് അല്ലെ. അന്ന് സുരേഷ് ജി എടുത്ത് ആ സാറിനോട് ഞാൻ പറഞ്ഞു സാറേ ഒരു നാൾ സാർ എൻ്റെ അടുത്ത് ഈ പറഞ്ഞതിന് ഒരു നാൾ സാർ തിരിച്ചു പറയേണ്ടി ഒരു നാൾ വരും, എന്നിട്ടേ സാറ് സിനിമ ലോകം വരും, ഉറപ്പായിട്ടും അത് സംഭവിക്കും സാർ, ഇല്ലെങ്കിൽ അല്ലേ സാർ കണ്ടോ എന്ന് പറഞ്ഞു. ഈ താരങ്ങളെ സാർ പുകഴ്ത്തുന്നതും ഈ ഇത്രയും അവരെ പറ്റി വാഴ്ത്തുന്നതും സാറിന് ദോഷം ചെയ്യും. ഇന്ന് അത് പറയാൻ കാരണം ഈ സുരേഷ് സാർ ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു ടിവിയിൽ, ജനം ടിവിയിലെ മറ്റാണെന്ന് തോന്നുന്നു. അതിനകത്ത് സാർ പറയുന്നത് ഇവിടുത്തെ താരങ്ങളാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോ അദ്ദേഹം എന്റെ വാക്കിന് ഉൾക്കൊണ്ടില്ല. അതറിയോ. ഇന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് വേണമെങ്കിൽ വിളിക്കാം, എന്നെ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. അന്നത്തെ എന്റെ നമ്പർ ഇന്നും മാറിയിട്ടില്ല. അന്നത്തെ നമ്പറാണ് ഇന്നും എനിക്കുള്ളത്. നമ്പർ മാറ്റില്ല. അദ്ദേഹത്തിന്റെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷെ അത് സാധ്യത ഉണ്ടെങ്കിൽ കിട്ടും. പക്ഷെ അന്ന് ഞാൻ അദ്ദേഹത്തിനുള്ള വിനയമായിട്ട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു സാറേ ദയവ് ചെയ്ത് ഈ ദിലീപും തുളസിദാസ് സാറായിട്ടുള്ള സിനിമ ചെയ്യാനൊരു സാഹചര്യം സാർ ഒരുക്കി കൊടുക്കണം. ഇത് തുളസിദാസ് സാറിന് അറിയാം, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തെല്ലാം സംസാരിച്ച കാര്യങ്ങളാണ്, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴും അദ്ദേഹം എന്നോട് ഒരു സമാധാന വാക്ക് പറഞ്ഞിരുന്നില്ല. ശരി നോക്കാമെന്നോ അല്ലെങ്കിൽ ചെയ്യാമെന്നോ. അന്നേരവും പുള്ളി ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി മാത്രം വാദിക്കുകയായിരുന്നു. അവരെ പൂഴ്ത്തിയാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ ഇന്നിപ്പോ എന്തായി? ഇന്ന് ആ ചിത്രം മാറിയില്ലേ? ഇന്ന് അവര് നിർമ്മാതാക്കൾ വന്ന് അവരുടെ വീട് പട്ടിണിയും ആയിട്ട് എത്രയോ നിർമ്മാതാക്കള് എന്നെ വിളിക്കുന്നുണ്ടല്ലോ, എത്രയോ പേര്. അവസാനം ചോദിച്ചു പറഞ്ഞു വരുമ്പോ നിർമ്മാതാക്കളായിരുന്നു അവരൊന്നും പട്ടിണിയായിട്ട് ഒരു ജോലിയും ചെയ്യാൻ പോകാൻ പറ്റാതെ അവരുടെ ആരോഗ്യം ക്ഷയിച്ചും കുടുംബം മൊത്തം വെണ്ണീറ എത്രയും നിർമ്മാതാക്കൾ. അതിന്റെ കാരണക്കാരാരാ? ആരാണ്ട കാരണക്കാര്? ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ്, ഈ മാതിരിയുള്ള നടന്മാരെ ചോദിക്കട്ടെ, പൊതുജനങ്ങളുടെ പൈസ അല്ലെ, പൊതുജനങ്ങൾ പോയി അവിടെ ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമല്ലേ നമുക്കതൊരു നമ്മളൊരു നടനെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവര് പോയില്ലെങ്കിൽ നടൻ എന്ന് പറയാൻ പറ്റുമോ? ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളെ ഇവര് വളർത്തി, ഇവര് കൊണ്ടുവന്നു. അവസാനം സിനിമാ ലോകത്തിന് മങ്ങലേൽപ്പിച്ച് അവരെല്ലാം ബന്ധവസ്ഥായി, അവരെല്ലാം നല്ല നിലയിലായി, അവരെല്ലാം ഒരു കുഴപ്പമില്ല അവർ ജീവിക്കുന്നു. ഇന്നും നിർമ്മാതാക്കൾ ശരി എനിക്ക് തോന്നുന്നില്ല ഇന്നും നിർമ്മാതാക്കൾ ഈ സൂപ്പർ സ്റ്റാറുകൾ ഇത്ര ഏജ് ഉള്ളവരുടെ പുറക്കിൽ എന്തിനാണ് ഈ ഓടുന്നതെന്ന്. ഇവിടെ നടക്കുന്നത് ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പം രണ്ട് നടന്മാര് അതാരാ പേര് നോക്കും, ആ പേര് നോക്കിയിട്ട് അവരെ ജനങ്ങളുടെ മുന്നിൽ അവരെ ഉയർത്തണം. അടുത്ത ആളുടെ പേര് ഇന്ന പേര്, അപ്പൊ അയാളുടെ പ്രായത്തിന്റെ മറ്റൊന്നുമല്ല അയാളെ ഉയർത്തി നിർത്തണം. ഇവിടെ അത് മത്സരം നടക്കുന്നത്. ഇവിടെ നടക്കുന്ന സിനിമയല്ല നടക്കുന്നത്, സിനിമക്കാരെയല്ല ഇവിടെ നടക്കുന്നത്. വ്യക്തികളെ അല്ലെങ്കിൽ അവരുടെ ഞാനൊന്നും തുറന്നു പറയുന്നില്ല, അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതൊന്നും പാടില്ലായിരുന്നു. കലയാണ്, കല ദേവിയാണ്, പരാശക്തിയാണ്, അമ്മയാണ്. അതറിയാം. ഇതൊക്കെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് പോകുന്നവർക്കെല്ലാം നല്ലതേ വരുത്തുള്ളൂ. അതേന്നും പറഞ്ഞ് നിന്നവർക്കെല്ലാം നല്ലതേ വരുത്തുള്ളൂ. അന്നൊരു പക്ഷെ ദിലീപ് ആ തുളസിദാസ് സാറിന്റെ സിനിമയില് അത് യെസ് പറഞ്ഞത് ആ വർക്ക് ചെയ്തിരുന്നെങ്കിൽ സത്യത്തിൽ ഇന്ന് ഒരു പക്ഷെ എന്റെ ലെവൽ മാറിയന, എന്റെ തലവരെ മാറിയന. അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ തുളസിദാസ് സാറിനോട് ആ സത്യം ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. യഥാർത്ഥ